നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC 2023 ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ചോദ്യങ്ങളും സിമ്പിൾ ട്രിക്സിലൂടെ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. I visited Mumbai last week, said Rani. Which of the following is the correct one? അപ്പോൾ ഇതില് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് റാണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ റാണി സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ റാണി സെഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? റാണി ഫെമിനൈൻ ജെൻഡർ ആയതുകൊണ്ട് ഷീ ആയിട്ട് മാറും. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഇനി ടെൻസ് നോക്കാം. വിസിറ്റഡ് എന്നാൽ V2 ആണ്. സിമ്പിൾ പാസ്റ്റിന് എന്ത് ചേഞ്ചാ വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ആയിട്ട് മാറുന്നത്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താ? ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം. അപ്പോൾ V2 സിമ്പിൾ പാസ്റ്റിൽ തന്നിരുന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. ഷീ വിസിറ്റഡ് V2 ആയിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പൊ അതല്ല ഉത്തരം. ഹാസ് വിസിറ്റഡ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റാ, അതുമല്ല. അപ്പൊ ഹാഡ് വിസിറ്റഡ്, മൂന്നാമത്തെ ഓപ്ഷൻ ഹാഡ് വിസിറ്റഡ് വന്നിട്ടുണ്ട്, നാലാമത്തെ ഓപ്ഷൻ ഹാഡ് വിസിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ സിയോ ഡിയോ ആണ് ഉത്തരം. സി ആണോ ഡി ആണോ? ഇത്രയും ഭാഗം ഒരുപോലെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത വേർഡ് മുംബൈ നോക്കുമ്പോൾ രണ്ടിടത്തും മുംബൈ ആണ്. അടുത്ത നോക്കിക്കേ, ലാസ്റ്റ് വീക്ക്. ഇവിടെ മൂന്നാമത്തെ സി ഓപ്ഷനിൽ ലാസ്റ്റ് വീക്കിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. ലാസ്റ്റ് വീക്ക് എന്ന് തന്നെയാണ് തന്നേക്കുന്നത്. ലാസ്റ്റ് വീക്കിന് ചേഞ്ച് വരണം. ലാസ്റ്റ് എന്തായിട്ട് മാറും? പ്രീവിയസ് ആയിട്ട് മാറും. ദ പ്രീവിയസ് വീക്ക്. അപ്പൊ ഏതാ ഉത്തരം? ഡി ആണ് ഉത്തരം. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. അപ്പൊ ഇവിടെ ചേഞ്ച് വന്ന എന്തിനൊക്കെയാ? ടെൻസിന് ചേഞ്ച് വന്നു. പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ദാറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് എന്നുള്ളത് എന്തായിട്ട് മാറി? ദ പ്രീവിയസ് എന്നായിട്ട് മാറി. ടെൻസിന് എന്താ ചേഞ്ച് വന്നത്? സിമ്പിൾ പാസ്റ്റിനാണ് തന്നിരുന്നത്, അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി. ലാസ്റ്റ് എന്ന് തന്നിരുന്നാൽ ഡയറക്റ്റ് സ്പീച്ചിൽ ലാസ്റ്റ് എന്ന് തന്നിരുന്നാൽ എന്തായിട്ട് മാറും? പ്രീവിയസ് ആയിട്ട് മാറും. ദീസ് എന്ന് തന്നിരുന്നാലോ ദോസ് ആയിട്ട് മാറും. ഹിയർ എന്ന് തന്നിരുന്നാലോ ദെയർ ആയിട്ട് മാറും. നെക്സ്റ്റ് എന്ന് തന്നിരുന്നാലോ ഫോളോയിങ് ആയിട്ട് മാറും. നൗ എന്ന് തന്നിരുന്നാലോ ദെൻ ആയിട്ട് മാറും. എഗോ എന്ന് തന്നിരുന്നാലോ ബിഫോർ ആയിട്ട് മാറും. എഗോ ബിഫോർ. എസ്റ്റർഡേ എന്ന് തന്നിരുന്നാലോ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്നും പറയാം. ടുമോറോ എന്ന് തന്നിരുന്നാലോ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. ഇത്രയും ചേഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻ ഇൻ ദ വേർഡ് എക്സ്ട്രാ ഓർഡിനറി? എക്സ്ട്രാ ഓർഡിനറിയിൽ എക്സ്ട്രാ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ്, അതായത് വേർഡിന് മുന്നേ ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സ്ട്രാ അതിന്റെ മീനിങ് എന്താണ്? ബിയോണ്ട് എന്നതാണ്. അപ്പൊ എക്സ്ട്രാ ഓർഡിനറിയിലെ എക്സ്ട്രയുടെ മീനിങ് എന്താണ്? എക്സ്ട്രാ പ്രിഫിക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ പ്രിഫിക്സ് കണ്ടെത്താൻ പറഞ്ഞാൽ വേർഡിന് മുന്നേ ചേർക്കുന്നതാണ് പ്രിഫിക്സ്. ഈ പ്രിഫിക്സിന്റെ മീനിങ് എന്താ? ബിയോണ്ട്. അപ്പൊ പ്രിഫിക്സ് എന്നാൽ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് ഓഫ് എ വേർഡ്. അതായത് ഒരു വേർഡിന്റെ റൂട്ടിന്റെ ബിഫോറിൽ ചേർക്കുന്നതിനെ പ്രിഫിക്സ് എന്ന് പറയും. സഫിക്സ്, ഇപ്പം ആഫ്റ്റർ ചേർക്കുന്നതിനെ എന്ത് പറയും? ഇപ്പം ഓർഡിനറിക്ക് ശേഷമാണ് എക്സ്ട്രാ വന്നതെങ്കിൽ ആ എക്സ്ട്രാ എന്താണ്? അത് സഫിക്സ് ആണ്. അതായത് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് after the root of a word is known as suffix. Okay, for example, ഇപ്പം ഇന്റർമീഡിയേറ്റ്, ഇന്ററാക്ട് എന്നൊക്കെ തന്നിരുന്ന ആ ഇന്റർ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ബിറ്റ്വീൻ. ഇന്റർമീഡിയേറ്റ് എന്ന് വെച്ചാൽ ഇടനിലക്കാരൻ. ബിറ്റ്വീൻ എന്നാണ് മീനിങ്. ഇപ്പോ റീ എന്ന പ്രിഫിക്സിന്റെ മീനിങ് എഗെയിൻ എന്നതാണ്. എന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? എന്ന പ്രിഫിക്സിന്റെ മീനിങ് എഗെയിൻ. ഫോർ എക്സാമ്പിൾ, റീഅറേഞ്ച്, റിട്ടേൺ, തിരികെ വരിക, എഗെയിൻ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. എ ഡാഷ് ഈസ് എ ഫീമെയിൽ ഷീപ്പ്. EWE എന്ന് എഴുതും, യു എന്നാണ് ഇത് വായിക്കുന്നത്. യു ഈസ് എ ഫീമെയിൽ ഷീപ്പ്. അപ്പോൾ ഇവിടെ എ ആണോ ആൻ ആണോ ദ ആണോ ചേർക്കാനുള്ളത്?
യു എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരത്തിന്റെ ഫ്രണ്ടിൽ എ ആണ് ചേർക്കാനുള്ളത്. സ്വരാക്ഷരം അ ആ ഇ ഈ ഉ ഊ സ്വരാക്ഷരത്തിന് ഫ്രണ്ടിൽ ആനും വ്യഞ്ജനാക്ഷരത്തിന് ഫ്രണ്ടിൽ ഏതാ ചേർക്കാനുള്ളത്? എ ആണ് ചേർക്കാനുള്ളത്. എ. അപ്പോൾ എൽ ഡി ക്ലർക്ക്, എൽ ഡി ക്ലർക്ക് ഇതിന്റെ ഫ്രണ്ടിൽ എന്താ ചേർക്കുന്നത്? എൽ ഡി എന്ന് പറയുമ്പോൾ എ സ്വരാക്ഷരത്തിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആൻ എൽ ഡി ക്ലർക്കാണ്. ആൻ എൽ ഡി ക്ലർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്താൽ മതി. സ്വരാക്ഷരമാണെങ്കിൽ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിളും വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എ എന്ന ആർട്ടിക്കിളും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ മുന്നേ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദായും ചേർക്കണം. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഫോർ സ്റ്റിമുലസ്. സ്റ്റിമുലസിന്റെ കറക്റ്റ് പ്ലൂറൽ ഫോം സ്റ്റിമുലൈ ആണ്. അപ്പൊ സ്റ്റിമുലസ് എന്നത് സിംഗുലാർ ഫോം ആണ്, സ്റ്റിമുലൈ എന്നതാണ് പ്ലൂറൽ ഫോം. ബേസിസ് എന്നത് സിംഗുലാർ ഫോം ആണ്. ബേസിസ് BASIS ബേസിസ്. ഇതിന്റെ പ്ലൂറൽ ഫോം എന്താ? ബേസസ് BASES ബേസസ് BASES ബേസസ് ആണ് പ്ലൂറൽ ഫോം. അപ്പൊ ബേസിസ് എന്നത് സിംഗുലാർ ആണ്, ബേസസ് ആണ് പ്ലൂറൽ. ഫിനോമിനൻ എന്നത് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറൽ ഫിനോമിനയാണ് പ്ലൂറൽ. ഫിനോമിനൻ സിംഗുലർ, ഫിനോമിന പ്ലൂറൽ. ബേസസ് പോലെ തന്നെയാണ് ക്രൈസിസ് സിംഗുലർ ആണ്, ക്രൈസസ് ആണ് പ്ലൂറൽ. ക്രൈസസ്. നെബുല എന്നത് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറൽ എന്താ? നെബുലേ NEBULAE നെബുലേ ആണ് പ്ലൂറൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദ കണ്ടീഷണൽ സെന്റൻസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3, കുഡ് ഹാവ് പ്ലസ് V3, ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 വേണം വരാൻ. അപ്പൊ ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഡി, വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉത്തരം. ഓർക്കുക, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. പോസിറ്റീവ് ആണോ, കമ്പാരേറ്റീവ് ഡിഗ്രി ആണോ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ, അതാണ് കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ വെച്ച് ഫില്ല് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ദ എക്സാം ഈസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. ഇവിടെ ദാൻ ചേർത്തേക്കുന്നത് കണ്ടോ? ദാൻ എപ്പോഴും കമ്പാരേറ്റീവ് ഫോമിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കമ്പാരേറ്റീവ് ഫോം ഏതാ? ഈസിയർ, ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. അപ്പോൾ ഈസി എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോം, ഈസിയർ എന്ന് പറയുന്നത് കമ്പാരേറ്റീവ് ഫോം, ഈസിയസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഫോം. അപ്പോൾ ഇവിടെ ദാൻ വന്നതുകൊണ്ട് കമ്പാരേറ്റീവ് രണ്ട് കാര്യങ്ങളെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. ദ എക്സാം ഈസ് ഈസിയർ ദാൻ ദ ലാസ്റ്റ് വൺ. കഴിഞ്ഞ എക്സാമിനേക്കാളും ഈ എക്സാം കുറച്ചുകൂടി എന്തായിരുന്നു? ഈസി ആയിരുന്നു. അപ്പോൾ കമ്പാരേറ്റീവ് ഡിഗ്രി ഈസിയർ. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കമ്പാരേറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ സിനോണിം ഓഫ് സോർ? സോർ PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. സോറിന്റെ സിനോണിംസ് ഉയർത്തുക, ലിഫ്റ്റ്, അസെന്റ്, ഇൻക്രീസ്. അപ്പൊ ഇവിടെ രണ്ട് സിനോണിം വന്നിട്ടുണ്ട്, ഇൻക്രീസും വന്നിട്ടുണ്ട്, അസെന്റും വന്നിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസെന്റും ഡിക്രീസും. ഓക്കെ, അപ്പൊ രണ്ട് സിനോണിമും രണ്ട് ആന്റോണിമും കൊടുത്തേക്കും. അതുകൊണ്ട് PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. അപ്പൊ സോറിന്റെ മീനിങ് ക്ലൈംബ്, അസെന്റ്, ലിഫ്റ്റ്, ഇൻക്രീസ്, എറൈസ്, മൗണ്ട് എന്നൊക്കെയാണ് സോറിന്റെ മീനിങ്, ഉയർത്തുക. അടുത്ത ചോദ്യം, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഐ ആം എൻ ആർട്ടിസ്റ്റ് ഡാഷ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യം നോക്കാനുള്ള സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വേണം. സെന്റൻസ് ഇവിടെ ഐ ആം എൻ ആർട്ടിസ്റ്റ്, നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല, പോസിറ്റീവ് ആണ്. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ടാഗ്സ് എന്തൊക്കെയുണ്ട്? ആമിന്റെ ഐ ഉണ്ട്, ആറിന്റെ ഐ ഉണ്ട്, ഹാവിന്റെ ഐ ഉണ്ട്. അപ്പോൾ ടാഗ് എഴുതാൻ നേരം നമ്മൾ ആദ്യം ഓക്സിലറി വെർബ് എഴുതണം. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഇവിടെ തന്നിട്ടുണ്ട്, ആം ആണ് ഓക്സിലറി വെർബ്. അപ്പൊ നെഗറ്റീവ് ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആമിന്റെ കൂടെ നോട്ട് ചേർക്കണം. ആമിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് പിന്നെ ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോനൗൺ. ഐയുടേത് എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്. ആം നോട്ട് ഐ എന്നല്ല വരാനുള്ളത്,
ആമിന്റെ നെഗറ്റീവ് ആറിൻ്റെ ആണ്. ആറിൻ്റെ ഐ ആണ് ഉത്തരം. അപ്പൊ ഐ ആമിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല എങ്കിൽ ഓക്സിലറി വെർബായിട്ട് എന്ത് ഉപയോഗിച്ചോണം? ആർ ഉപയോഗിച്ചോണം. ആറിൻ്റെ ഐ. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ആറിൻ്റെ ഐ. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അപ്പാർത്തിയേർഡ്. അപ്പാർത്തിയേർഡ് എന്നാൽ ഡിസ്ക്രിമിനേഷൻ, റേസിസം അല്ലെങ്കിൽ സെപ്പറേറ്റ്നെസ് എന്നൊക്കെയാണ് മീനിങ്. ഒരു വിവേചനം, അതാണ് സെപ്പറേറ്റ്നെസ്, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ റേസിസം, സെപ്പറേഷൻ എന്നൊക്കെ പറയും അപ്പാർത്തിയേർഡിന്റെ മീനിങ്. അപ്പാർത്തിയേർഡ്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ മസ്കുലിൻ ജെൻഡർ ഫോർ ഡച്ചസ്? ഡച്ചസിന്റെ മാസ്കുലിൻ ജെൻഡർ ഡ്യൂക്ക് ആണ്. ഡ്യൂക്ക്, അതിന്റെ ഫെമിനൈൻ ജെൻഡർ ആണ് എന്ത്? ഡച്ചസ്. ഏൾ അല്ലെങ്കിൽ കൗണ്ട്. ഏൾ അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറയുന്ന മസ്കുലിൻ ജെൻഡർ ആണ്. ഇതിന്റെ ഫെമിനൈൻ ജെൻഡർ കൗണ്ടസ് ആണ്. ഏൾ അല്ലെങ്കിൽ കൗണ്ടിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താ? കൗണ്ടസ്. ബാച്ചിലറിന്റെ കറക്റ്റ് ഫെമിനൈൻ ജെൻഡർ സ്പിൻസ്റ്റർ ആണ്. സ്പിൻസ്റ്റർ ഇപ്പോൾ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മെയ്ഡും ഉത്തരവായിട്ട് എഴുതാം. സ്പിൻസ്റ്റർ അല്ലെങ്കിൽ മെയ്ഡ്. ഓക്കെ, ബാച്ചിലർ, സ്പിൻസ്റ്റർ. വൈസ്രോയുടെ ഫെമിനൈൻ ജെൻഡർ വൈസ്രായിൻ ആണ്. ഗവർണറിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താ? ഗവർണസ് ആണ് ഗവർണറുടെ ഫെമിനൈൻ ജെൻഡർ. വിസാഡിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താ? വിച്ച്. വിച്ച് ആണ് വിസാഡിന്റെ ഫെമിനൈൻ ജെൻഡർ. നെഫ്യൂന്റെ ഫെമിനൈൻ ജെൻഡർ നീസ്. അപ്പൊ നെഫ്യൂ എന്ന് പറയുന്നത് മസ്കുലിൻ ജെൻഡർ ആണ്. നീസ് ആണ് ഫെമിനൈൻ ജെൻഡർ. നീസ്. ഡ്രേക്ക് എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്. അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താ? ഡക്ക്. അപ്പോൾ ഡക്കിന്റെ മസ്കുലിൻ ജെൻഡർ ചോദിച്ചാൽ ഡ്രേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു തന്ന ട്രിക്സിലൂടെ ഒന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കൂ. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.